ഇങ്ങനെ പോയാൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും കലങ്ങും അല്ലേ? പിന്നെ എന്ത് ചെയ്യാനാടാ? എന്തായാലും ചെയ്യുന്നത് മോഷണോ? എന്നാൽ പിന്നെ നമുക്ക് തനിച്ചൊരെണ്ണം പ്ലാൻ ചെയ്താലേ? പണി പാളിയാലോ? പാളിയ സ്പെഷ്യൽ ഹോം, അല്ലെങ്കിൽ ജയിൽ. രണ്ടായാലും നമുക്ക് കണക്കല്ലേ. പെടുകയാണെങ്കിൽ പെടട്ടെ. കുറെ കാശയിൽ വന്നിട്ട് വേണം ശരിക്കൊന്ന് വിലസാൻ. പടച്ചോനെ എല്ലാം നീ കാണിച്ചു തന്നെ. പിന്നെ പഠിച്ചോൻ്റെ പണിയതല്ലേ, മിണ്ടാതെ കിടന്ന് ഉറങ്ങി രണ്ടാളും. ഇവന് വേറെയും ചില ചുറ്റിക്കളികളുണ്ടെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം എല്ലാം പറഞ്ഞു പോരാട്ടാ, ഞാൻ വിളിക്കാം. ശരി എന്നാ വിട്ടോ. ബാലുവായിട്ട് അടിയുണ്ടാക്കിയ സംഭവത്തിന് ശേഷം ഞങ്ങൾ രാജുവായിട്ടുള്ള കൂട്ടൊഴിവാക്കി. അത് മാത്രമല്ല, തനിച്ചൊരു ഓപ്പറേഷനിലൂടെ കുറച്ച് കാശുണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാനും തീരുമാനിച്ചു. പോലീസ് പോലീസ് തിരിച്ചോ, വളയ്ക്കോടാ, അയാൾ നോക്കണ്ട്. വിട്ടു വിട്ടു വിട്ടോ. നീ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. അതുപടി നീ ഇവിടെ ഒതുങ്ങി അവിടെ നിന്നോ. വാ. താക്കോലെടുക്ക്. അതല്ല, ആ തീരിന്റെ താക്കോലിട്ട് നോക്കി. മറ്റേ അത് തന്നെ. ഓക്കെ, അതെ. എന്താ ഈ വീട്ടിലാരെങ്കിലും ഉണ്ടാവോ? എടാ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ആളില്ല. ഇനി അവരെങ്ങാനും ഇന്ന് വന്നിട്ടുണ്ടെങ്കിലാ? മിണ്ടാതെ പാടാ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കയറിയാല? എനിക്ക് പേടിയായിട്ട് പാടില്ല. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഇവിടെ വല്ലതും ഉണ്ടാവോ? അറിയില്ല, വാ നോക്കാം. മിണ്ടാരി മിണ്ടാരിടാ. നോക്കവിടെ. നോക്കാം. നോക്കട്ടെ. ഇവിടെ ഒന്നൊരു കോപ്പുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണത്. കയറിയത് വെറുതെ ആയോ? വല്ല ബാങ്കിലെ ATM കയറിയാൽ മതി. നമ്മളെ പറഞ്ഞല്ലേ. ചെല്ല്.
ആ റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിലാ? അറിയില്ല, വാ നോക്കാം. ഇതിൻ്റെ അകത്ത് നോക്കണോ? പൂട്ടിയിട്ടില്ല. ചിലപ്പം മറന്നു കാണെങ്കിലോ, പറയാൻ പറ്റത്തില്ല. വാ. എന്തുവാടാ നടക്ക്? നോക്കുന്നു. തുറക്കടാ. നീ നോക്കടാ. ആകെ ഇത്രയുള്ള. ഇനി ഇത് വല്ലതും കൊണ്ടുവരിക്കൂ. ഉണ്ടായിരടാ. പിടി. കൊച്ചാപ്പ പോലെ ബിസിനസ് തുടങ്ങാം. പോടാ നീ. എന്തൊക്കെ പാടുപെട്ടതാണ്. ഇതിലും ഭേദം വല്ല തെണ്ടാൻ പോണതാണ്. കോപ്പ് പണ്ടാറടങ്ങാൻ. എന്താ കട്ടിലാരായിട്ട് കിടപ്പട്ടെ? ഒരു ചായ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് ദിവസമായി തുറന്നിട്ട്. പിള്ളേര് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞല്ലേ? ഇയാൾക്ക് അവരറിയാം. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? സ്റ്റൗ കത്തുന്നു, വെള്ളം വെച്ചില്ല. എന്നടാ ബേ, പോരുന്നോ? ബാലവിലക്ക് കേസ് എടുക്കാം. ഞാൻ വരില്ലേ സാർ? എന്നാ വേണ്ട. പാതിരക്ക് മുമ്പ് അങ്ങ് എത്താലോ അല്ലേ? ഇനിയിപ്പോ റോഡിൽ റഷ് കൂടും, പുറകെ തന്നെ ബ്ലോക്കും. സമയത്ത് എത്തുന്നവരും കഷ്ടമാണ് സാറേ. കൊന്നതാണല്ലേ? വെള്ളം എടുത്തുകൂടി. അശ്വതി ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഫയലില്. അങ്ങനെ അല്ലാന്നറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. എങ്ങനെയാ വന്നത്?